കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ BDS വിദ്യാർത്ഥി RL നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവത്തിൽ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ചു. വിവിധയിടങ്ങളിൽ KSRTC ബസ്സുകൾ ഹർത്താൽ അനുകൂലികൾ വ്യാപകമായി തടഞ്ഞു. തിരുവനന്തപുരം പള്ളിപ്പുറത്ത് സമരക്കാർ റോഡിൽ വാഹനവും മരത്തടിയും കയറ്റിവെച്ചു. സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞത് പലയിടത്തും വാഹന ഉടമകളും സമരാനുകൂലികളും തമ്മിലുള്ള തർക്കത്തിനിടയാക്കുകയും ചെയ്തു. 2 മണിക്കൂർ കൂടുതലായി. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട്. പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും വയ്യാത്തവരും ഒക്കെ ഉണ്ട്. ഒരുപാട് മണിക്കൂറായി ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ജനങ്ങൾക്ക് ഇങ്ങനെ എന്തോന്നിനാണ് ഇവർ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾക്ക് പോകാനുള്ള ആൾക്കാരാ, ആശുപത്രിയിലും അങ്ങൊക്കെ. ഇതൊക്കെ മനഃപൂർവ്വം ഇതൊക്കെ വലിയ ദ്രോഹമല്ലേ ചെയ്യുന്നത്. അവിടെ ഒരു കുറേ പോലീസുകാരുണ്ട്. ഇവനെ കൊച്ചു വർത്താനം പറഞ്ഞിരിക്കാനാണ് റോഡിൽ. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവണ്ടേ? നമ്മളെല്ലാം കൂടെ ഇറങ്ങി ഇവനൊക്കെ എന്തോ ചെയ്യും? ഈ യാത്രക്കാരെല്ലാം കൂടെ ഞങ്ങളെല്ലാം കൂടെ സംഘടിപ്പിച്ചാലേ നിങ്ങൾ ന്യായമൊന്നും പറയില്ല. ജനങ്ങൾക്ക് എന്തോ തോന്നിയാസമാവുന്ന 4-5 പേർ ചേർന്ന് എന്തോ തോന്നിയാസം കാണിക്കാവുന്ന 2 മണി. വിവിധയിടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ ബാങ്കുകളും കടകളും അടപ്പിച്ചു. കോട്ടയത്തെ കേരള ബാങ്ക് ശാഖ തുറക്കാൻ അനുവദിച്ചില്ല. തിരുവനന്തപുരത്ത് ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ ഹർത്താലിൽ വലഞ്ഞു. തിരുവല്ലയിൽ ക്യാൻസർ രോഗിയെ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. ഒരുപാട് സമയം കൊണ്ട് രാവിലെ വന്നത്, മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടി വന്നത്, ആശുപത്രി പോകാൻ. അപ്പോഴും ഇനി പോകണില്ല, തിരിച്ച് ഇത്തിരി വീടെത്തിയാൽ മതി. ഞങ്ങൾ ബിസിനസ് തൊഴിൽപരമായിട്ട് ഇറങ്ങിയതാണ്. അതിപ്പോൾ വഴിയിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് നമ്മുടെ ഇന്നത്തെ തൊഴിലിനെ ബാധിക്കുന്ന വിഷയമാണ്. പാലായിൽ നിന്ന് വന്ന എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. 11 മണിക്കാണ് എത്തേണ്ടത് ഇവിടെ. അപ്പം ബസ്സിൻ്റെ സമയം പാലായിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ചിലപ്പോൾ ബസ് ഓഫ് ചെയ്യുമായിരിക്കും, ഇങ്ങോട്ട് കാണത്തില്ല, പ്രശ്നമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പോകുന്നതാണ്. തിരുവനന്തപുരം പള്ളിപ്പുറത്ത് VIT എൻട്രൻസ് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുകയാണ്. അവിടെ അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ഞങ്ങൾ 6 മണിക്ക് ബസ്സിൽ കയറിയതാ, 6 മണിക്ക് ബസ്സിൽ കയറിയതാ. അപ്പൊ പക്ഷെ ഇന്ന് ഇതൊന്നും ഉണ്ടാവില്ല എന്ന്, റോഡ് തടയിലൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാ ബസ്സിൽ വന്നത്. പക്ഷെ ഇപ്പൊ എക്സാം ടൈം കഴിഞ്ഞു. അവിടെ വിളിച്ചപ്പോ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാ പറയുന്നത് VIT-കാർക്ക്. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പോകുക തന്നെ. 1 വർഷത്തെ അധ്വാനം പാഴ്. എക്സാം ക്യാൻസൽ, അവര് വേറെ ഡേറ്റ് തരുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. തരില്ല. പരാതി കൊടുക്കുന്നുണ്ട്. കാരണം കേരളത്തിന്റെ മാത്രം പ്രശ്നമാണെന്നാണ് അവർ പറയുന്നത്. അത് കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ കൊല്ലം കരുനാഗപ്പള്ളി ബസ്സിലാണ് വന്നത്. ഇനിയിപ്പോ ഇവിടെ ഇറങ്ങിയിട്ട് എങ്ങനെയെങ്കിലും തിരിച്ചു പോകാൻ പറ്റുമോ നോക്കണേ. ഞാൻ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് പലയിടത്തിൽ പരീക്ഷ എഴുതാൻ ഇറങ്ങുന്നവർ, രോഗികൾ ഒക്കെ ഹർത്താലിൽ വലഞ്ഞു എന്ന കാര്യത്തിൽ ഈ ദൃശ്യങ്ങൾ തന്നെയാണ് സാക്ഷ്യം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് സമരക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി. ഹർത്താൽ പരാജയപ്പെടുത്താൻ ബോധപൂർവമായ നീക്കമുണ്ടായെന്ന് ശ്രമമെന്ന് നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ കുറ്റപ്പെടുത്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.